സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ഉണ്ട്. സിനിമയുടെ പേര് വൃത്ത, വിച്ച് മീൻസ് സർക്കിൾ അല്ലെങ്കിൽ ലൂപ്പ്. എവിടെ നോക്കിയാലും ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ്. ഇത് താണ്ടാ ത്രില്ലർ എന്നൊക്കെ കുറെ പേര് പറയുന്നത് കേട്ടു. വൃത്ത Z5-ലാണ് സ്ട്രീം ചെയ്യുന്നത്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആട്ടോ. മലയാളം ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്. ഒറിജിനൽ വേർഷൻ കന്നഡയാണ്. ഞാൻ വിചാരിച്ചു കാണണമല്ലോ, നമ്മൾ കാണണമല്ലോ. സോ ഞാൻ കണ്ടു. സോ ഈ സിനിമയുടെ ആദ്യമൊക്കെ കണ്ടപ്പം ഐ വാസ് ലൈക്ക് വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ. ഈ ഒരു പരട്ട പടത്തിനാണോ ഇത്രയും ഹൈ പോസിറ്റീവ് റിവ്യൂസ് എന്ന സംഭവം ഇருக்கு. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നായകൻ ഒരു ലോഡ് പ്രശ്നങ്ങളുണ്ട്. അതായത് ആള് ഇടയ്ക്കൊരു അർജുൻ റെഡ്ഡിയാണ്. അതായത് കലിപ്പ്, ഡിപ്രഷൻ പരിപാടിയൊക്കെ. ഫിനാൻഷ്യലി ആൾക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ട്, ഒരു ലോഡ് കടങ്ങളുണ്ട്. വീട്ടിലെ തന്തപ്പിടി തന്നെ പറയുന്നത് നിനക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല, അത്രയും ദാരിദ്ര്യവാസിയാണ് എന്നാ. പക്ഷെ അണ്ണൻ ബെൻസിന് പോയിട്ട് ഡീസലൊക്കെ അടിക്കുന്നുണ്ട് ഫുൾ ടാങ്ക്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് സ്ലോ ബേൺ ഡ്രാമയാണ്. ആൻഡ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് സ്ലോ ബേൺ ഡ്രാമ. എന്നാ ഇന്റർവെൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പ്, അതായത് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഏതോ ഒരു സ്ഥലം ബാംഗ്ലൂർ റൂട്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ആൾക്കൊരു കോള് വരുന്നുണ്ട്. അവിടുന്ന് അങ്ങട് പടത്തിന്റെ ട്രാക്കേ മാറി ഇന്റർവെൽ സീനൊക്കെ കിട്ടു സാധനമായിരുന്നു. കിട്ടു പറഞ്ഞാൽ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആൻഡ് മ്യൂസിക് പെട്ട സാധനമായിരുന്നു. സുരേ നായകന് ഞാൻ പറഞ്ഞില്ലേ ഡിപ്രഷനും പരിപാടിയൊക്കെ ഉണ്ട്. ആ സമയത്ത് അണ്ണൻ ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി വേറൊരു കൊച്ചിനെ വളച്ചു. ആ കൊച്ചു പ്രഗ്നന്റ് ആയി. അപ്പൊ അവൻ പറയാണ് ഇത് എന്റെ കൊച്ചാണെന്ന് എന്താ ഉറപ്പെന്ന്. ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. നിനക്ക് ബ്രേക്കപ്പ് ആയ സമയത്ത് ആ കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് ഇത് എന്റെ കൊച്ചാണെന്ന് എന്താ ഉറപ്പെന്ന്. നല്ല നല്ല പെട കിട്ടാത്തതിന്റെ സൂക്കടാണ് നിനക്ക്. സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് സിനിമ വന്നിട്ട് ഒരു സർവൈവൽ ത്രില്ലറിലോട്ട് മാറി. അവിടെ എനിക്ക് പടം ക്ലിക്കായി. അതായത് ആ സമയത്ത് ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ്, പെയിൻ എല്ലാം നമുക്ക് ഫീൽ ആവും. നമ്മുടെ അർജുൻ റെഡ്ഡി പ്ലസ് നമ്മുടെ ലാലേട്ടന്റെ നീരാളിപ്പിടുത്തം രണ്ടിന്റെ ഒരു മിക്സ് ആണ് ഈ പടം. പക്ഷേ നീരാളിയൊക്കെ പൊട്ടപ്പടമാണ്. ഇത് അങ്ങനെയല്ല. ദിസ് ഇസ് എ നൈസ് സബ്ജക്ട്, നൈസ് അറ്റംപ്റ്റ് ആൻഡ് നൈസ് പടം. ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ലോ ബേൺ ഡ്രാമാസ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ, ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഓർ എൽസ് സ്റ്റേ അവേ. കാരണം ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ കണ്ടത് തമിഴ് വേർഷൻ ആണ്. തമിഴ് വേർഷനിൽ അർജുൻ ദാസിന്റെ സൗണ്ട് പോലെ സൗണ്ട്, ഭയങ്കര ബാസുള്ള ഒരു സൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് ആ സംഭവമൊക്കെ എനിക്ക് വർക്കായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് ഒക്കെ അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ്, നീ എന്നെ പറ്റിച്ചു, ഞാൻ നിന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പടം എവിടെ മിസ്റ്ററി എവിടെ ആ ഒരു രീതിയിലോട്ട് പോയി. ടുവേർഡ്സ് എ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട് മോനെ. ആൻഡ് അവര് സീൻ ബൈ സീൻ കണക്ട് ചെയ്ത രീതി പെട്ട സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലത്തെ ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഓൾറെഡി തോന്നി ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പക്ഷെ അവര് ആ സീൻ ബൈ സീൻ കണക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നായകൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആള് ട്രോമയിലാണ്. ചൈൽഡ്ഹുഡിൽ ആൾക്കൊരു ട്രോമയുണ്ട്. പിന്നെ ഈ ബ്രേക്കപ്പ് പരിപാടി ആൻഡ് ഇതിലത്തെ സോങ്സ് ഒക്കെ കൊള്ളായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തുണ്ടാവുമ്പോഴും ആളെ ഈ ഹാലൂസിനേറ്റ് ചെയ്യുന്ന പോലെയാണ്. ആ കാര്യം ഓർമ്മ വരും, ഈ കാര്യം ഓർമ്മ വരും. ഏതാണ് റിയൽ, ഏതാണ് നിജം എന്നൊന്നും ആൾക്കറിയില്ല. ആ സമയത്ത് ഇന്റർവെല്ലിന് ഒരു പരിപാടി നടക്കും. പിന്നീട് അങ്ങോട്ട് ശുഭം. സോ പേഴ്സണലി എനിക്ക് വെറൈറ്റി ആയിട്ടൊരു പടമായിട്ടാണ് തോന്നിയത് വൃത്തം. ലൂപ്പ് പോലെ തന്നെ ആളുടെ ഈ ട്രോമാസും പരിപാടിയൊക്കെയാണ് ഈ ലൂപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. നായകൻ തന്നെയാണ് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റെ ബോഡി എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ നായകൻ തന്നെയാണ് കാണിക്കുന്നത്. ആളുടെ ഒരു ബെൻസും അതേപോലെ തന്നെ ഈ നായകന്റെ പെർഫോമൻസും രണ്ടും നൈസ് ആയിരുന്നു. സോ ഇതില് നമ്മുടെ സപ്തസാഗര ഡാച്ചയല്ലോ ബീലുള്ള ആ കൊച്ച് ചൈത്ര ലാസ്റ്റ് വരുന്നുണ്ട്. അടിപൊളി പെർഫോമർ ആണ്. ചെറിയ റോൾ തന്നെ കൊടുത്താലും ആള് കിട്ടുമായിട്ട് പെർഫോം ചെയ്യും. എനിക്ക് പേഴ്സണലി വാക്കായ സിനിമയാണ്. 2026 ഞാൻ ആദ്യമായിട്ട് കണ്ട പടമാണ്. ആൻഡ് ദാറ്റ് വർക്ക്ഡ് ടു മീ പേഴ്സണലി. ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിലത്തെ വിഷ്വൽസും പരിപാടിയൊക്കെ നൈസാ. കാട്ടിന്റെ ഉള്ളിലത്തൊക്കെ ഇതിലത്തെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. സോ സ്ലോ ബേൺ ഡ്രാമാസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അതർവൈസ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇത് എല്ലാവർക്കും വർക്ക് ആവുമെന്ന് സംശയമാണ്. മാക്സിമം ഒറിജിനൽ വേർഷൻ കാണാൻ നോക്കുക, ഇല്ലെങ്കിൽ തമിഴ് കാണാൻ നോക്കുക. മലയാളമൊക്കെ അപരാധമായിരിക്കും, മിക്കവാറും അപരാധമായിരിക്കും. സോ ട്രൈ ചെയ്ത് കന്നഡ ഓ തമിഴ്. Z5-ലാണ് അവൈലബിൾ ആയിട്ടുള്ള സിനിമയുടെ പേര് വൃത്ത.